തെറ്റ് ചെയ്യാൻ സാഹചര്യം ഒത്തുവന്നിട്ടും അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് അതിൽ നിന്ന് നീ വ്യതിതിരിച്ചാൽ നിനക്ക് ലഭിക്കുന്ന സ്വർഗം എത്രയാണെന്നറിയുവോ മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, നാം മനസ്സിലാക്കണം. കേട്ടോളിൻ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തില് ഒരു സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു മുഅ്മിനീങ്ങളെ. ആ ചെറുപ്പക്കാരന്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്നറിയുമോ? ആ ചെറുപ്പക്കാരന്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്നറിയുമോ? അല്ലാഹുവിന്റെ പള്ളി മിനാരങ്ങളിൽ നിന്നും ബാങ്കിന്റെ മാധുര്യം കേൾക്കുമ്പോൾ അതാ പ്രിയമുള്ളവരെ, അവ്വൽ ജമാഅത്തോടുകൂടി പോയി പള്ളിയിൽ പോയി നമസ്കരിക്കുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടല്ലോ, മഹാനായ ഉമർ തങ്ങളുടെ കാലഘട്ടത്തിലുണ്ടായിരുന്നു. അങ്ങനെയുണ്ടല്ലോ, മഹാനായ ഉമർ തങ്ങളുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, ഒരിക്കലുണ്ടല്ലോ നമസ്കാരം കഴിഞ്ഞ് ആ ചെറുപ്പക്കാരൻ പള്ളിയിൽ നമസ്കാരത്തിന് വേണ്ടി പോകുമ്പോ ആ ചെറുപ്പക്കാരനെ കാണുന്നതിന് വേണ്ടി വഴിയോരത്തുണ്ടല്ലോ ഒരു സുന്ദരിയായ ഒരു പെണ്ണ് കാത്തു നിൽക്കുമായിരുന്നു. ആ ചെറുപ്പക്കാരനെ കാണുന്നതിന് വേണ്ടി, അവന്റെ സൗന്ദര്യം ആസ്വദിക്കുന്നതിന് വേണ്ടി ഒരു സുന്ദരിയായ ഒരു പെണ്ണുണ്ടല്ലോ, ആ ചെറുപ്പക്കാരനെ കാണുന്നതിന് വേണ്ടി വഴിയോരത്ത് കാത്തു നിൽക്കുമായിരുന്നു. എന്നിട്ടുണ്ടല്ലോ ആ ചെറുപ്പക്കാരൻ ഒരിക്കൽ നമസ്കാരം കഴിഞ്ഞ് തന്റെ ഭവനത്തിലേക്ക് പോകുമ്പോൾ ആരുമില്ല. പ്രിയമുള്ളവരെ, രാത്രിയാണ്, ഇരുട്ടല്ലേ, ആരും കാണുകയില്ലല്ലോ. ആ ചെറുപ്പക്കാരനെ കേറിയ പെണ്ണ് കേറി പിടിക്കുകയാ പ്രിയമുള്ളവരെ. എന്നിട്ടുണ്ടല്ലോ ആ പെണ്ണ് പറയുകയാ, എത്രയോ നാളുകളായി ഞാൻ നിന്റെ പുറകെ നടക്കുന്നു, നിന്നെ ഒന്ന് ഇതുപോലെ കിട്ടാൻ ഞാൻ എത്ര നാള് കൊതിക്കുമായിരുന്നുവെന്നറിയുമോ? നീ എനിക്കൊരു ചുംബനം നൽകുമോ എന്ന് ആ ചെറുപ്പക്കാരനോട് ആ ചെറുപ്പക്കാരനെ കേറി ആ പെണ്ണ് പിടിച്ചിട്ട് പറയുമ്പോൾ അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ആ ചെറുപ്പക്കാരൻ അതിൽ നിന്ന് ഉതറി മാറുകയാ. പിന്നെയും ആ ചെറുപ്പക്കാരനെ ആ പെണ്ണ് കയറി പിടിക്കുകയാണ്. എന്നിട്ട് ആവശ്യ പൂർത്തീകരണം പറയുമ്പോൾ പിന്നെയും അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ആ ചെറുപ്പക്കാരൻ അതിൽ നിന്ന് ഉതറി മാറുകയാ. എന്നിട്ടുണ്ടല്ലോ ആ മോശമായ പ്രവൃത്തിയിൽ നിന്ന് അതാ ഒഴിഞ്ഞു മാറിക്കൊണ്ട് വ്യതിതിരിച്ചുകൊണ്ട് ആ ചെറുപ്പക്കാരൻ തന്റെ ഉണ്ടല്ലോ ഭവനത്തിലേക്ക് പോകുമ്പോ, എന്നിട്ട് പിതാവിന്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോ പിതാവ് ചോദിക്കുകയാണ്, മോനെ എന്ത് പറ്റിയടാ നിനക്ക്? വല്ലാതെ കിതച്ചാണല്ലോ നീ കടന്നു വന്നിരിക്കുന്നത്, എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോ ആ ചെറുപ്പക്കാരനുണ്ടല്ലോ ആ പിതാവിനോട് പറയുകയാ, നടന്ന സംഭവങ്ങളെല്ലാം ആ പിതാവിനോട് പറയുകയാ. അങ്ങനെയുണ്ടല്ലോ ആ ചെറുപ്പക്കാരൻ തന്റെ പിതാവിനോട് പറഞ്ഞതിന് ശേഷം പറയുകയാണ്, ഉപ്പാ നിങ്ങൾ ഉടൻ തന്നെ ഉമർ തങ്ങളുടെ അടുക്കലേക്ക് പോകണേ, എന്നിട്ട് ഈ സംഭവങ്ങളെല്ലാം പറയണേ. ഞാൻ എൻ്റെ റബ്ബിന്റെ മുമ്പിൽ തെറ്റുകാരനാണോ എന്ന് ഒന്ന് ചോദിക്കണേ ഉപ്പ എന്ന് ആ ചെറുപ്പക്കാരൻ അവിടുന്ന് തന്റെ പിതാവിനെ ആ രാത്രി സമയത്ത് മഹാനായ ഉമർ തങ്ങളുടെ സന്നിധിയിലേക്ക് അയക്കുമ്പോൾ അതാ ചെറുപ്പക്കാരന്റെ പിതാവ് മഹാനായ ഉമർ തങ്ങളുടെ അടുക്കലേക്ക് കടന്നു വന്നിട്ട് നടന്ന സംഭവങ്ങളെല്ലാം പറയുകയാ.
അങ്ങനെ പറയുമ്പോൾ മഹാനായ ഉമർ തങ്ങളുണ്ടല്ലോ ആ പിതാവിനോട് പറയുകയാം, നിങ്ങളുടെ മകനുണ്ടല്ലോ എത്രയോ ഭാഗ്യം സിദ്ധിച്ചവനാണ്, എത്രയോ ഭാഗ്യം ലഭിച്ചവനാ. വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തെടുത്തുകൊണ്ട് മഹാനായ ഉമർ തങ്ങൾ അവിടെയുണ്ടല്ലോ ആ പിതാവിനോട് മസ്അല പറയുകയാ. സൂറത്തുർ റഹ്മാനിലുണ്ട് പ്രിയമുള്ളവരെ, ഏതാണ് ആയത്തെന്നറിയുമോ? മഹാനായ ഉമർ തങ്ങൾ അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാം, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. ആരാണോ തെറ്റ് ചെയ്യാൻ സാഹചര്യം ഒത്തു വന്നിട്ട് അതിൽ നിന്നും അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് അതിൽ നിന്ന് വ്യതിചലിച്ചു പോയാൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്തായ പടച്ച റബ്ബുണ്ടല്ലോ അവർക്ക് നൽകുന്ന പ്രതിഫലം എന്താണെന്നറിയുമോ? 2 സ്വർഗമാണ്, ജന്നതാൻ. 2 സ്വർഗമാണ് അല്ലാഹു അവർക്ക് നൽകുന്നതെന്ന് വിശുദ്ധമായ ഖുർആൻ. ഇതിൽ നിങ്ങളുടെ മകൻ നിരപരാധിയാണ്, അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് 2 സ്വർഗമാണ് ഉപ്പ എന്ന് പറയുമ്പോ ഇത് കേട്ടുകൊണ്ട് ആ പിതാവുണ്ടല്ലോ തന്റെ മകന്റെ മുമ്പിലേക്ക് കടന്നു വരികയാ. കടന്നു വന്നുകൊണ്ട് പറയുകയാണ്, മോനെ നിന്റെ സംഭവങ്ങളെല്ലാം ഞാൻ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞിട്ടുണ്ട്. ഉമർ തങ്ങൾ പറഞ്ഞ എന്താണെന്നറിയുമോ? അതാ വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. അതാ തെറ്റ് ചെയ്യാൻ സാഹചര്യം ഒത്തു വന്നിട്ടും ഏതൊരുവനാണോ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് അതിൽ നിന്ന് വ്യതിചലിച്ചു പോയാൽ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ജന്നതാന് 2 സ്വർഗമാണ് അല്ലാഹു നൽകുന്നതെന്ന് നിന്റെ വിഷയത്തിൽ ഈ ഖുർആനിന്റെ വാക്യം എടുത്തുകൊണ്ട് ഉമർ തങ്ങൾ എന്നോട് പറഞ്ഞു. മകനെ, ഇത് കേട്ടുകൊണ്ട് ഞാൻ 2 സ്വർഗം എനിക്ക് ലഭിക്കുമോ എന്നോർത്തുകൊണ്ട് ആ ചെറുപ്പക്കാരന് സന്തോഷം സഹിക്കാൻ കഴിയുന്നില്ല സഹോദരങ്ങളെ. അങ്ങനെ ഹൃദയം പൊട്ടി ആ ചെറുപ്പക്കാരൻ മരണപ്പെടുകയാ. അങ്ങനെ ആ ചെറുപ്പക്കാരന്റെ മയ്യത്തെടുത്ത് കുളിപ്പിച്ച് ജനാസ പൊതിഞ്ഞ് 6 അടി മണ്ണിലേക്ക് വെക്കുമ്പോൾ മഹാനായ ഉമർ തങ്ങൾ ഓരോ പിടി മണ്ണ് വാരിയ ഖബറിന്റെ ഓരത്തേക്കിടുമ്പോഴും ഈ ആയത്ത് ഓതുകയാം. ഏതാണെന്നറിയുമോ? വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. 2 സ്വർഗത്തിന്റെ അവകാശിയാണ് ഈ ഖബറിൽ കിടക്കുന്നത്. 2 സ്വർഗത്തിന്റെ അവകാശിയാണ് ഈ ഖബറിൽ കിടക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഓരോ പിടി മണ്ണ് വാരിയും ഉമർ റളിയല്ലാഹു അൻഹു ആ ഖബറിലേക്ക് ഇടുമ്പോ തെറ്റു ചെയ്യാൻ സാഹചര്യം ഒത്തു വരുമ്പോഴും എന്റെ പ്രിയമുള്ള യുവതലമുറയെ, യുവാക്കളെ, യുവതികളെ മനസ്സിലാക്കണേ. എത്രയോ ഇന്ന് 21-ാം നൂറ്റാണ്ടിലേക്ക് നാം ഒന്ന് കണ്ണോടിച്ചു നോക്കുകയാണെങ്കിൽ എത്രയോ വ്യഭിചാരങ്ങളല്ലേ നടക്കുന്നത്.
സ്കൂൾ ക്യാമ്പസുകളിലും അതുപോലെ തന്നെ എത്രയോ സ്ഥലങ്ങളിലാണ് ഇന്ന് പരസ്യമായല്ലേ വ്യഭിചാരങ്ങൾ നടക്കുന്നത്. ബസ്സിൽ കയറുമ്പോഴും അനാവശ്യമായിട്ടുള്ള പ്രവൃത്തികളല്ലേ കടന്നു വരുന്നത്. എന്തേ പ്രിയമുള്ളവരെ, ഇങ്ങനെ ഒരു സമൂഹമായി നമ്മൾ മാറരുതേ. നാളെ പടച്ച റബ്ബിന്റെ മുമ്പില് നീ നിൽക്കേണ്ടവനാന്നുള്ള ചിന്ത നിന്റെ മനസ്സിലേക്ക് കടന്നു വരട്ടെ. കാരണം എന്തെന്നറിയുമോ, ഇന്ന് നിയമങ്ങൾ പോലും അവർക്ക് അനുകൂലമായി നിൽക്കുമ്പോൾ ഹറാമിനെ ഇന്ന് വെറും പുച്ഛത്തോടെ കാണുന്നവരെ, ഇന്ന് ഹറാമിനെ ഇന്നുണ്ടല്ലോ ഇന്ന് ശരീരം കൊണ്ട് ഇഷ്ടപ്പെടുന്നവരെ, മോശമായ കാര്യങ്ങൾ ശരീരത്തിന് ഇഷ്ടപ്പെടുത്തുന്നവരെ മനസ്സിലാക്കണേ. നിങ്ങളെയുണ്ടല്ലോ നാളെ ആഖിറത്തിലേക്ക് കടന്നു വരുമ്പോൾ നിന്റെയുണ്ടല്ലോ ആഖിറം നഷ്ടമാവുകയല്ലേ, അന്ത്യം പോലും നഷ്ടമാവുകയല്ലേ. മറന്നു പോകല്ലേ സഹോദരങ്ങളെ, യുവതലമുറകളെ മനസ്സിലാക്കണേ. യുവതലമുറയിലുള്ള സഹോദരങ്ങള് സഹോദരിമാര് മനസ്സിലാക്കണേ. അതുകൊണ്ട് മൂന്നാമത്തെ ക്ഷമ എന്താണ് നമ്മുടെ ജീവിതത്തിൽ നാം ഉണ്ടാക്കിയെടുക്കേണ്ടത്? പാപത്തിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള, നമ്മുടെ നഫ്സിനെ തിന്മകളിൽ നിന്ന് എന്താണ് നമ്മുടെ നഫ്സിനെ പിടിച്ചു നിർത്താനുള്ള ഒരു ക്ഷമയാണ് നാം ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നാം തെറ്റുകളിൽ നിന്ന് നമ്മുടെ നഫ്സിനെ സംരക്ഷിക്കണം. അതിന് നമ്മുടെ ദേഹേച്ഛയെ കടിഞ്ഞാനിടണം. അതിന് നാം നമ്മുടെ നഫ്സിനെ പരിചരിച്ചെടുക്കണം. എന്നാലേ നമുക്ക് നമ്മുടെ സാങ്കേതം സ്വർഗമാക്കാൻ കഴിയുകയുള്ളൂ.